Hallo zusammen, herzlich willkommen auf unserer YouTube-Kanal Deutsch Easy Tracks. ഇന്ന് നമ്മൾ ഇനി നോക്കുന്നത് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൻ്റെ കുറച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെ നമുക്ക് ഈ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ ടിപ്സ് ആൻഡ് സീക്രട്സ് വേണ്ടി വരും, ഇതെങ്ങനെ 100% സക്സസ് ആകാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇത് മെയിനായിട്ടും പഠിച്ചിട്ട് പോയിട്ടുണ്ട്. ഉറപ്പായിട്ട് നമുക്ക് ഈ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഇൻ്റർവ്യൂ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ സിഷ് ഫോർസ്റ്റെല്ലനാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ. അത് എന്താണെങ്കിലും എല്ലാ ഇൻ്റർവ്യൂവിനും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. നെക്സ്റ്റ് നമ്മൾ എന്തുകൊണ്ട് ഡോയിച്ച്ലാൻഡിൽ വരുന്നു, എന്തുകൊണ്ട് ഈ ഫ്ലീഗെ ഹൗസ് ബിൽഡും ഡോയിച്ച്ലാൻഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് ഫ്ലീഗെ ഹൗസ് ബിൽഡും നമ്മൾ ചൂസ് ചെയ്തു, അതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ എർഫാറൂങ്ങൻ, ഏതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് സോഷ്യാലൻ അല്ലെങ്കിൽ ഫ്ലീഗറിഷൻ ബെറേഷൻ, നമുക്ക് ഏതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റെർക്കനും ശ്വേഷനും നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആണ് അടുത്തത്. ഇതിൽ നമ്മൾ സിക്സ്ത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൗപ്റ്റ് ഓഫ് കാബനാണ്. ഫ്ലീഗെ ഫാക്രാഫ്റ്റിൻ്റെ മെയിനായിട്ടുള്ള ഡ്യൂട്ടീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ സെവൻത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഷ്വീരിഗൻ സിറ്റുവാസിയോണിനെ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യും. 8th വൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 years കഴിഞ്ഞ് നമ്മൾ എവിടെ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ 9th വൺ നമ്മളൊരു നോട്ട് പാൾ സിറ്റുവാസിയോൺ, ഒരു വളരെ എമർജൻസി സിറ്റുവേഷൻ നമ്മളെങ്ങനെയാണ് ഒരു ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ 10th ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെ ഹെറോസ് ഫോർഡറുങ്ങൻ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മുടെ ഡോയിച്ച്ലാൻഡിൽ ആദ്യമായിട്ട് വരുമ്പോൾ എർസ്റ്റ്മാൾ എറേഷൻ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് സിഷ് ഫോർസ്റ്റെല്ലനാണ്. ഇതിൽ നമുക്ക് എന്തൊക്കെ പറയാമെന്ന് വെച്ചാൽ നാമേ പറയണം, നെയിം പറയണം, ആൾട്ടർ ഏജ് പറയണം, പിന്നെ ലാൻഡ് നമ്മുടെ കൺട്രി, പോണോർട്ട് എവിടെയാണ് താമസിക്കുന്നത്, മുട്ടർ സ്പ്രാഹെ മദർ ടങ്ക്, സ്പ്രാഹെ ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം, പിന്നെ അബിറ്റർ എപ്പോഴാണ് കംപ്ലീറ്റ് ആയത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അബ്ഷ്ലൂസ് ഉണ്ടോ, ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുണ്ടോ അത് പറയാം. അല്ലെങ്കിൽ നമ്മുടെ സ്പ്രാഹയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് എപ്പോൾ നമുക്ക് കിട്ടി, നമ്മളെപ്പോൾ അത് പാസ്സായി എന്നുള്ളത് പറയാം. പിന്നെ നമ്മുടെ ഹോബീസ് ഉണ്ടെങ്കിൽ അത് പറയാം. പിന്നെ ഫാമിലിയെ പറ്റി വേണമെങ്കിൽ പറയാം. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ സിഷ് ഫോർസ്റ്റെല്ലനിൽ പറയേണ്ടത്. ഓക്കെ, നമുക്കിനി ഒരു ബൈസ്പീൽ നോക്കാം. Guten Tag, danke für Ihre Einladung und ich chance mich bei Ihnen vorzustellen. Ich heiße Divya Maria, ich bin 30 Jahre alt, ich komme aus Indien und wohne in Alepura. Meine Muttersprache ist Malayalam, außerdem spreche ich Englisch, Hindi und ein bisschen Deutsch. Ich habe im Jahr 2013 mein Abitur gemacht. Seit Oktober 2023 lerne ich Deutsch und ich habe im Jahr 2025 die Goethe B2-Prüfung erfolgreich bestanden. Meine Hobbys sind Musik hören und lesen. Das ist kurzlich über mich. Danke. ഇങ്ങനെയാണ് നമ്മൾ ഒരു സിഷ് ഫോർസ്റ്റെല്ലൻ ബ്രീഫായിട്ട് ഇൻ്റർവ്യൂ സമയത്ത് സംസാരിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാരും മേഷ്ടൻ സി നാഫ് ഡോയിച്ച്ലാൻഡ് കൊമൻ, എന്തുകൊണ്ട് നമ്മൾ ഡോയിച്ച്ലാൻഡിൽ വരുന്നു. അപ്പോൾ അതിൽ കുറച്ച് അധികം റീസൺസ് ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്നുള്ള തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അവിടുത്തെ ബിൽഡിംഗ് സിസ്റ്റം അതെങ്ങനെയാണ്, അത് വളരെ നല്ലതാണ്, ഗുഡാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. അതുപോലെ ഗെസുണ്ട് ഹൈറ്റ് സിസ്റ്റം, അവിടുത്തെ ഗെസുണ്ട് ഹൈറ്റ് സിസ്റ്റം എങ്ങനെയാണ്. അതുപോലെ മോഡേൺ ക്രാങ്കൻ ഹോയ്സൺ അവിടെ അവൈലബിൾ ആണ്, നമുക്ക് നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ അവിടെ കിട്ടും. പിന്നെ ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി പറയണം. ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡോയിച്ച്ലാൻഡിൽ, അത് ഹോവർട്ടിക്കാണ്, ഇൻ്റർനാസിയോണ്, അനർഖൻ്റാണ്, പ്രാക്സിസ് ഓറിയൻറ്റിയേർട്ടാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. പിന്നെ ജോബ് മ്യൂഗ്ലിഷ് കൈറ്റൻ, എൻവിക്ലുങ്സ് മ്യൂഗ്ലിഷ് കൈറ്റൻ, അതൊക്കെ ഒത്തിരി ഡോയിച്ച്ലാൻഡിലുണ്ട്. അതുപോലെ തന്നെ സോഷ്യാലെ ഫെർസിഷറൂങ്ങൻ, അതായത് ക്രാങ്കൻ ഫെർസിഷറൂങ്ങൻ, റെൻഡൻ ഫെർസിഷറൂങ്ങൻ, ഫ്ലീഗെ ഫെർസിഷറൂങ്ങൻ, അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ആർബൈറ്റ് വൈസ് അവിടുത്തെ എങ്ങനെയാണ്, അവിടുത്തെ മെൻഷൻ ഓർഗാനിസിയേർട്ടാണ്, പൊങ്ക്റ്റിലിഷാണ്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാരും വേലൻസി ഫ്ലീഗെ ഹൗസ് ബിൽഡിംഗ്, എന്തുകൊണ്ട് നമ്മൾ ഫ്ലീഗെ ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്തു എന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് റീസൺസ് നമുക്ക് പറയാനായിട്ട് പറ്റണം. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഇതൊരു സോഷ്യാലെ ബെറൂഫെ ആയതുകൊണ്ടിട്ട് സെലക്ട് ചെയ്തു. നമുക്ക് മെൻഷനെ ഹെൽപ്പൻ ചെയ്യാം, അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തു. നമുക്ക് ഗുഡ് സുഹ്യോറം ചെയ്യാം, മറ്റുള്ളവരെ കേൾക്കാം, അതുപോലെ ഫെർസ്റ്റെയിൻ ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും അന്തരെ മെൻഷനെ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അത് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ മദറോ അല്ലെങ്കിൽ നമ്മുടെ ഷെസ്റ്ററോ വല്ലതും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നിട്ട് ആൻറ്റി അല്ലെ കസിൻ അങ്ങനെ ആരെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നമുക്കൊരു മോട്ടിവേഷനായി അങ്ങനെ നമ്മൾ ഫ്ലീഗെ ബെറേഷിൽ വന്നു, അത് നമുക്ക് പറയാം ഒരു റീസണായിട്ട്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉമ്മ അല്ലെ ഒപ്പ നമ്മുടെ ഫാമിലിയിലെ
ആരെയെങ്കിലും നമ്മൾ ഉണ്ടർസ്റ്റുഡ്സും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും എർഫാറൂങ്ങൻ നമ്മൾ ആൾട്ടൻഹൈമിലോ ക്രാങ്കൻഹോയ്സനിലോ ഹെൽപ്പറായിട്ട് പോലെ നിന്നിട്ടുണ്ട്, അതും നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വെൽഷെ എർഫാറൂങ്ങൻ ഹാബൻസ് ഇൻ ഫ്ലീഗറൈഷൻ ബെറൈഷ്. ഏതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ സോഷ്യാലൻ അല്ലെങ്കിൽ ഫ്ലീഗറൈഷൻ ബെറൈഷിൽ, എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് നമുക്കുള്ളത്? അപ്പോൾ അതിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് ആൾട്ടൻഹൈമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഓൾഡ് ഏജ് ഹോമിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ക്രാങ്കൻ ഹൗസ് ഹോസ്പിറ്റൽസിലുണ്ട്, ഫ്ലീഗെ ഹെൽപ്പറായിട്ട് എവിടെയെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ അത് പറയാം. അല്ലെങ്കിൽ ഏറെനാംലിഷ് എങ്കോഷുമ, അത് നമുക്ക് എവിടെയെങ്കിലും ഒരു ഫ്രൈവില്ലിഗൻ ആക്ടിവിറ്റി ആയിട്ടും സോഷ്യാലൻ ആക്ടിവിറ്റി ആയിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു +2 ബേസ് കഴിഞ്ഞതേ ഉള്ളൂ, നമുക്ക് എന്തെങ്കിലും ഫമീലിയയിൽ എന്തെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒമ്മ ഒപ്പ അവരെ എന്തെങ്കിലും നമ്മൾ ഉണ്ടർസ്റ്റുഡ്സും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും സംസാരിക്കാം. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമുക്കിപ്പോൾ നമ്മുടെ ഒപ്പ എന്താ പറ്റി, ഒരു സ്ലാഗൻ ഫാൾ, ഒരു സ്ട്രോക്ക് വന്ന് കിടക്കുമായിരുന്നു, പുള്ളിക്കാരൻ ബെഡ്ലേഗറികായിരുന്നു, നമ്മൾ ഹെൽപ്പും ചെയ്തു, ഉണ്ടർസ്റ്റുഡ്സും ചെയ്തു, എസൻ കൊടുത്തു, അതുപോലെ അൻസെയിൻ ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് അത് വേണമെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് പറയാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, വാസിൻ തിയറെ സ്റ്റേർക്കൻ ഉണ്ട് ശേഷം നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ സ്ട്രെങ്ത് ചോദിക്കുമ്പോഴത്തേക്കും എങ്ങനെ ഈ ഫ്ലീഗറേഷൻ ബെറേഷുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെ സ്ട്രെങ്തുകളുണ്ട് അതൊക്കെയാണ് അവിടെ പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ ഫ്രോയിൻലിഷ് ആണ്, നമ്മൾ ഫ്രണ്ട്ലി ആണ്, വളരെ ഗഡൂൾഡിഷ് ആണ്, നമുക്ക് കുറേ പേഷ്യൻസ് ഉണ്ട്, പിന്നെ നമ്മൾ സൂപ്പർലേസിഷ് ആണ്, വളരെ റിലയബിൾ ആണ്, പിന്നെ നമുക്ക് കമ്മ്യൂണിക്കാസിയോൺസ് ഫേഹിഷ്കായിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, പിന്നെ മറ്റുള്ള മെൻഷനെ നമുക്ക് പ്രസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ഈ സ്റ്റേർക്കൻ എന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഷ്വേഷൻ നോക്കാം. ഷ്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണേൽ പറയാൻ പറ്റും, നമ്മൾ പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി സൈറ്റ് വേണ്ടി വരും, സൈറ്റ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് ഓവർകം ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്ക് ആർബൈറ്റൻ ചെയ്യണം, ഇതുമായിട്ട് എങ്ങനെയാണ് എർഫാറൂങ്ങൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാമെന്ന് നോക്കണം. പിന്നെ വേറെ കുറച്ച് പേർക്ക് പറയാം സെൻസിറ്റീവ് ആണ് നമ്മൾ, അതൊരു റീസൺ ആയിട്ട് പറയാം. ഇത് നമ്മളിപ്പോൾ ഒരു ഷ്വേഷൻ പറയുമ്പം അതെങ്ങനെ മൈസ്റ്റേൺ ചെയ്യാം, അതെങ്ങനെ ഓവർകം ചെയ്യാം, യൂബർവിൻഡൻ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യണം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വെൽഷെ ഔഫ്ഗാബൻ എർവാർട്ടൻ സീൻ ദീസം ബെറൈഷ്. അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ, പസിയൻ്റൻ ഉണ്ടർസ്റ്റുഡ്സൻ, പേഷ്യൻസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് പറയാം. പിന്നെ മെഡിക്കാമെൻ്റ് ഗേബൻ, മെഡിക്കാമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് പറയാം. പിന്നെ വീറ്റാൽസൈഷൻ മെഷർ ചെയ്തിട്ടുണ്ട്, അത് പറയാം. അതായത് പുൾസ്, ബ്ലഡ് ത്രൂക്ക്, കോപ്പർ ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അതൊക്കെ മെഷർ ചെയ്യുന്നുണ്ടെന്ന് പറയാം. പിന്നെ കോപ്പർ ഫ്ലീഗൻ, ബോഡി കെയർ, അതായത് വാഷൻ, അൻസിയൻ പോലുള്ളത്. പിന്നെ എസൻട്രൈഷനൊക്കെ ഹെൽപ്പ് ചെയ്യാം. വുണ്ടൻ ഫെർസോർഗൻ, വൂൺസൊക്കെ കെയർ ചെയ്യാം. പിന്നെ ഏർസ്റ്റൻ കുളീഗൻ, അങ്കഹ്യോറിഗൻ, ഇവരുമായിട്ടൊക്കെ സുസാമൻ ആർബൈറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കാസിയോൺസ് ഫീഹിഷ്കൈറ്റ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്യുമെൻറ്റാസിയോൺ, അത് ഫ്ലീഗെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീറ്റാൽസൈഷനും അതുപോലെ തന്നെ ഇൻഫോമാസിയോണും എല്ലാം ഡോക്യുമെൻറ്റാസിയോൺ ചെയ്യണം. പിന്നെ ഹിഗിയനയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫ്ലീഗെ ബെറൈഷിൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വി ഗെയിൻസി മിറ്റ് ഷ്വീരിഗൻ സിറ്റുവാസിയോണൻ എങ്ങനെ ഒരു ഷ്വീരിഗനായിട്ടുള്ള സിറ്റുവാസിയോണെ നമ്മൾ ഹാൻഡിൽ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് പറയേണ്ടത്, നമ്മൾ റൂഹിക്കായിട്ട് ബ്ലൈബൻ ചെയ്യും, എന്ത് ഷ്വീരിഗൻ സിറ്റുവാസിയോണാണെങ്കിലും നമ്മൾ റൂഹിക്കായിട്ട് ബ്ലൈബൻ ചെയ്യണം. പിന്നെ നമുക്ക് പറയാം, ആ സിറ്റുവേഷൻ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ആ സിറ്റുവാസിയോൺ മനസ്സിലാക്കിയിട്ട് എന്ത് ലൂസിങ്, വെൽഷെ ലൂസിങ് ആണ് അതിൽ മ്യൂഗ്ലിഷ് ആയിട്ടുള്ളത്, അത് നമ്മൾ ഫിൻഡിൻ ചെയ്യണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഹിൽഫെ വേണമെങ്കിൽ നമ്മൾ കൊളീഗനോടോ അല്ലെങ്കിൽ ഫോർഗസെറ്റ്സിനോടോ നമ്മൾ സംസാരിക്കണം. പിന്നെ അങ്ങനെ നമുക്ക് ഒരു ഗെമേൻസാമ ലൂസും നമുക്ക് ഫിൻഡിൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ എന്നാണേലും നമ്മൾ സിഷർ ഹൈറ്റ്, പസിയൻറ്റിൻ്റെ സിഷർ ഹൈറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഇതുവഴി സ്ട്രെസ് വെവൽറ്റിഗൻ ചെയ്യാൻ പഠിക്കണം. അതുപോലെ പ്രോബ്ലമെ നമ്മൾ ബെസറായിട്ട് ലൂസിൻ ചെയ്യാൻ പഠിക്കണം. അങ്ങനെ നമുക്ക് ഈ ഷ്വീരിഗൻ സിറ്റുവാസിയോണെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നമുക്കൊരു ആൻസറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ, ഓ സെയിൻസി സിഷിൻഫുൻ ഫ്യാരൻ, ഒരു 5 വർഷത്തിന് ശേഷം നമ്മളെ ഇവിടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, നമുക്ക് 3 വർഷം നമ്മുടെ ഫ്ലീഗെ ഹൗസ്ബിൽഡിംഗ് ആണല്ലോ, അതിനുശേഷം നമ്മളൊരു ഫ്ലീഗെ ഫാഹ്ഫ്രൗ അല്ലെ ഫ്ലീഗെ ഫാഹ്മാൻ ആവുന്നു. അത് നമ്മൾ എവിടെയാണ് നമ്മൾ ആർബൈറ്റിൻ ചെയ്യുന്നത്, ഒരു ആൾട്ടൻഹൈമിൽ, ഓൾഡ് ഏജ് ഹോമിൽ, അല്ലെങ്കിൽ ഒരു ക്രാങ്കൻ ഹൗസ് ഹോസ്പിറ്റലിലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ്, സ്പ്രാഹെ നമ്മൾ വൈറ്റർ ലേണൻ ചെയ്യും, അതുപോലെ നമ്മൾ ഫെർബസൺ ചെയ്യും ഈ 5 വർഷമാകുമ്പോഴത്തേക്കും. അതുപോലെ നമുക്ക് വൈറ്റർ ബിൽഡിങ്ങിന് എന്തെങ്കിലും ഒരു മ്യൂഗ്ലിഷ് കൈറ്റ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇൻറ്റൻസീവ് ഫ്ലീഗയിൽ അല്ലെങ്കിൽ ഒരു ഗീരി ആർട്ടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും.
പിന്നെ നമുക്ക് ഒരു ഡോയിച്ചെ കുൾട്ടൂറിനെ നമ്മൾ ബെസ്സറായിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും ഈ 5 വർഷത്തിനുള്ളിൽ. ഇങ്ങനത്തെ കുറച്ച് ആൻസേഴ്സാണ് ഇവിടെ നമുക്ക് പറയേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വി ഹാൻഡിൽ സി അതിനെ നോട്ട് ഫാൾ സിറ്റുവാസ്യോണൻ. ഒരു എമർജൻസി സിറ്റുവാസ്യോണൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? നമുക്ക് പറയാൻ പറ്റുന്ന ആൻസേഴ്സ് നമ്മൾ പ്രോട്ടോകോൾ വ്യവഹാരം ചെയ്യുന്നു, പ്രോട്ടോകോൾ അനുസരിക്കുന്നു, എർസ്റ്റേ ഹിൽഫെ മാസ്നാമൻ, ഫസ്റ്റ് എയ്ഡ് മാസ്നാമനൊക്കെ ഉണ്ട് അത് നോക്കുന്നു. പിന്നെ നമ്മൾ സ്വീരികൻ സിറ്റുവാസ്യോണിൽ എന്തൊക്കെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഈ നോട്ട് ഫാൾ സിറ്റുവാസ്യോണിൽ ഹാൻഡിൽ ചെയ്യുന്ന ആൻസേഴ്സായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞാൽ വെൽഷെ ഹെറോസ് ഫോഡറുങ്ങൻ എർവാർട്ടൻസി വെൻസി എർസ്റ്റുമാലിൻ ഡോയിഷ്ലാൻഡ് എറേഷൻ. ആദ്യമായിട്ട് ഡോയിഷ്ലാൻഡ് വരുമ്പോൾ എന്തൊക്കെ ഹെറോസ് ഫോഡറുങ്ങൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ആദ്യം പറയാൻ പറ്റുന്നത് സ്പ്രാഹെ തന്നെയാണ്. സ്പ്രാഹെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ മെഡിസിനിഷ്യ ബെഗ്രിഫൻ മെഡിസിൻ ടേംസ് ഒക്കെ പഠിക്കാനാണേലും ആദ്യം ഭയങ്കര പാടായിരിക്കും. പിന്നെ വെറ്റർ നോക്കുവാണെങ്കിൽ ഇന്ത്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡോയിഷ്ലാൻഡിലെ വെറ്റർ ഡിഫറെൻ്റ് ആണ്. കാൾട്ടർ വെറ്റർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഫമീലിയനെ നമ്മൾ എന്നാണേലും ഫെർമിസൺ ചെയ്യും, മിസ് ചെയ്യും. അതുപോലെ എസൻ ഒത്തിരി ഡിഫറെൻ്റ് ആണ് ഇന്ത്യയും ഡോയിഷ്ലാൻഡും തമ്മിൽ. അതുപോലെ കുൾട്ടുവർ ഉണ്ടർഷിയതുണ്ട്, അതും നമ്മൾ നോക്കേണ്ടതാണ്. അത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ വോണും ഫിൻഡൻ ചെയ്യാൻ ആദ്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഈ ഹെറോസ് ഫോഡറുങ്ങനെ എങ്ങനെ മൈസ്റ്റേൺ ചെയ്യാം, എങ്ങനെ ഓവർകം ചെയ്യാം, മിനിമൈസ് ചെയ്യാൻ നോക്കാം. സ്പ്രാഹയുടെ കാര്യമാണ് സ്പ്രഷൻ ചെയ്യണം. നമുക്ക് നെയ്ബേഴ്സ്, കൊളീഗൻ, ഫ്രോയിൻ്റെ അവരുമായിട്ടൊക്കെ സ്പ്രഷൻ ചെയ്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഹ്യോറനെ, ലേസനെ, ഷ്രൈബനെ ഇതെല്ലാം റേഗൽമേസിഷായിട്ട് യൂബൻ ചെയ്താലും നമുക്ക് ഇമ്പ്രൂവ് ആകാം. പിന്നെ മെഡിസിനിഷ്യ വെഗ്രീഫിനൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ വെറ്റർ സംബന്ധിച്ചിടത്തോളം അത് സമയമെടുക്കും. അത് സൈറ്റിനനുസരിച്ചാണ് നമുക്കത് ഗവേൺ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ഹോബീസൊക്കെ നമ്മൾ നോക്കണം. പിന്നെ ഫമീലിയെ നമ്മൾ ഫെർമിസൺ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യാം? വീഡിയോ അൺറൂഫേ ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം, അതുപോലെ തന്നെ മെസ്സേജസ് അയക്കാം, ഫോട്ടോസ് ചിക്കൻ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. അവിടെ ഉറപ്പായിട്ടും നമുക്ക് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും. അത് നമ്മളെ ഒത്തിരി ഹെൽപ്പും ചെയ്യും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ എസൻ നമുക്ക് പുതിയ ഗെരിഷ്ടൊക്കെ പ്രൊവിയറൻ ചെയ്യാം. പിന്നെ കുൾട്ടുവർ നമ്മൾ ബെസ്സറായിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ അതും നമുക്ക് ഓക്കെ ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 10 ക്വസ്റ്റ്യൻസ് നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ ഹൗസ് ബിൽഡിംഗ് ഇൻ്റർവ്യൂവിന് എംപ്ലോയർ ഇൻ്റർവ്യൂവിന് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റും.